Hello friends, welcome back to Flying Friggies. It's me Reshma. So ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. റിവ്യൂ അല്ല, അൺബോക്സിംഗ് മാത്രമാണ്. ബിക്കോസ് എനിക്കിതൊരു ഫ്രണ്ട് റെഫർ ചെയ്താണ്. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി മേടിച്ചാണ്. ഇത് വന്നിട്ട് ഷീഷ ആയുർവേദയുടെ പ്രൊഡക്ട്സ് ആണ്. പിന്നെ എന്റെ ഒരു ചെറിയ പ്രൊഡക്റ്റ് കൂടെ ഉണ്ട്, കാർമാർക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും ഫോട്ടോയും ഇട്ടേക്കാം. സോ നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണ് എനിക്ക് ബോക്സ് വന്നിരിക്കുന്നത്, കൊറിയർ ആയിട്ട് വന്നിരിക്കുന്നത്. ഷീഷ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഫുള്ളി ഓർഗാനിക് ആണെന്നാണ് പറയുന്നത്. ഞാൻ അത്യാവശ്യം നെറ്റിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റിന്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വന്നിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നതില് ഹെയർ കളറിംഗ് കിറ്റ് ആണ്. അത് ബ്ലാക്ക് ഹെന്നയാട്ടോ, പ്യൂർലി നാച്ചുറൽ ആണ്. ഇത് വന്നിട്ട് ഇതിന്റെ എല്ലാ പിക്ചേഴ്സും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ബിക്കോസ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണുമോ ഇല്ലയെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഇത് വന്നിട്ട് ഒരു 40 ഗ്രാമിന്റെ ഹെന്നയാണ്. നമ്മൾ സാധാരണ ഹെന്ന മറ്റേ ബ്ലാക്ക് ഹെന്ന ആക്കാൻ വേണ്ടിട്ട് ആദ്യം ഒരു ദിവസം ഹെന്ന ഇട്ടിട്ട് നെക്സ്റ്റ് ഡേയിൽ നമ്മള് വേറെ പൗഡറൊക്കെ കലക്കിയിട്ടാണല്ലോ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് ഞാൻ പപ്പയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. പപ്പയ്ക്ക് ആക്ച്വലി ഹെയർ ഡൈ കെമിക്കൽസ് ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് കെമിക്കൽ ഫ്രീ ആണ്. അതിന്റെ സജഷനും അവർ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ജസ്റ്റ് പപ്പയുടെ തലയിൽ പരീക്ഷിക്കാം എന്ന് കരുതി മേടിച്ചാണ്. 2 പാക്ക് ഉണ്ടത്. ഓരോ പാക്ക് വന്നിട്ട് 40 ഗ്രാം ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 299 ആണ്. സോ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് 4 സാഷ പാക്ക് ആയിട്ടാണ് തോന്നുന്നു. ഈച്ച് ഒരു 10 ഗ്രാം വെച്ചിട്ട്. ആദ്യം ഇതില് പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോ ഞാനും എന്നും പറയുന്ന പോലെ തന്നെയാണ്, അവരും സ്പെഷ്യലായിട്ട് പാച്ച് ടെസ്റ്റിന് വെച്ചിട്ടുണ്ട്. പാച്ച് ടെസ്റ്റ് ചെയ്ത് 48 hours കഴിഞ്ഞിട്ട് നമ്മള് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഇതും ഇൻസ്ട്രക്ഷനും അവര് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് പാച്ച് ടെസ്റ്റിൻ്റെത്. ഇതാണ് നമ്മുടെ സാഷ പാക്ക് വന്നിട്ട് 10 ഗ്രാം ഈച്ച്. ഇതിൽ വന്നിട്ട് 4 എണ്ണം ഉണ്ട്. ഇത്ര ഉള്ളു നമ്മുടെ ആകെ വരുന്ന പാക്ക് വന്നിട്ട്, ചെറിയ സാമ്പിൾ ടെസ്റ്റിനുള്ളത്. അപ്പൊ ഇത് വന്നിട്ട് ബ്ലാക്ക് കളറാണ്. ഇവർക്ക് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. പിന്നെ വരുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു ബർഗണ്ടി കളർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ആദ്യം ട്രൈ ഔട്ട് ചെയ്യാൻ കരുതി. ഇത് എനിക്കല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ പപ്പയ്ക്കൊക്കെയാണ്. അപ്പം ആദ്യം ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് മേടിക്കാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് മേടിച്ചിരിക്കുന്നത്. സോ ഇതാണ് എന്റെ ആദ്യത്തെ ബോക്സിൽ വന്ന് 2 പ്രോഡക്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, ഇവര് ഷീഷ ആയുർവേദ വന്നിട്ട് ഇട്ടിരിക്കുന്നതിന് നീലിനി എന്നാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിന് ഞാൻ തോന്നുന്നു പ്രൊണൗൺസിയേഷൻ ഞാൻ അങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ പിക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ മേടിച്ചിരിക്കുന്നത് ഫേസ് വാഷ് ആണ്, നമ്മുടെ റെഡ് സാൻഡൽവുഡിൻ്റെത്. ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചാൽ ഒരു ജെല്ലി ഫോം ആണിത്. നല്ല സ്മെല്ലൊക്കെ ആയിട്ട്. ആക്ച്വലി നമുക്കിത് ഈസി ടു യൂസ് ആണ്. അതായത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് വാഷിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് ജെൽ ടൈപ്പ് ഫോമിലാണ്, ഒരു ക്രീമിഷ് കളറാണ്. ഈ പാക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. നല്ലൊരു റെഡ് സാൻഡൽവുഡിന്റെ സ്മെല്ലുണ്ട്. ഇത് വൈറ്റ് കളർ തന്നെയാണ്, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഒരു ജെൽ കൺസിസ്റ്റൻസി തന്നെയാണ് ഇരിക്കുന്നത്. കളേഴ്സ് ഒന്നുമില്ല, ബട്ട് നല്ല റെഡ് സാൻഡൽവുഡിന്റെ സ്മെല്ലുണ്ട്. സോ ഇതും ഓർഗാനിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ഇതും യൂസ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ടൈം ആണ് ഇത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതെല്ലാം ഫസ്റ്റ് ട്രൈ ആണ്. പിന്നെ വന്നിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചത് ഒരു ലിപ് ബാം ആണ്. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്കിപ്പം ഒരു സമ്മർ സീസണൊക്കെ എന്താ ലിപ്സ് ഒക്കെ കൂടുതലും ഡ്രൈ ആകും, ചാപ്പ് ലിപ്സ് ഒക്കെ ആയിരിക്കുമല്ലോ. പിന്നെ പിഗ്മെന്റേഷനും മാറും എന്നാ പറയുന്നത്. എനിക്ക് അത്യാവശ്യം ലിപ്സ്റ്റിക് ഇട്ട് ഒരു ബ്ലാക്കിഷ് കളർ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ കൂടി വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അത് വന്നിട്ട് ഒരു 5 ഗ്രാം. ഇത് വന്നിട്ട് 350 rupees ആണ്. ഫേസ് വാഷിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം. ഞാൻ റേറ്റും കൊടുത്തേക്കാം. നല്ല പാക്കിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് അവര് ലിപ് ബാമും ഓർഗാനിക്കലി ആണ് ചെയ്തിരിക്കുന്നത്. സോ ചെറിയ ഒരു ഇതാണ്, ആകെ 5 ഗ്രാമേ ഉള്ളൂ. ഇതിൽ വന്നിട്ട് കണ്ടന്റ് വന്നിട്ട് സാഫ്രോൺ ആണ് മെയിൻ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മേടിച്ച് ട്രൈ ചെയ്യുന്നത്. സാഫ്രോൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല ഇതാണെന്നുള്ളത്. പ്രത്യേകിച്ച് അത്ര വലിയ ഹെവി സ്മെല്ലൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ഒരു ഇതാണെന്നാണ്. സ്മെല്ലൊക്കെ അത്ര ഉള്ളൂ. ഒരു ചെറിയൊരു ഇതാണ്. ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കും. എനിക്ക് ഒരു സ്കൂപ്പ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് എന്റെ കയ്യിൽ. ഞാൻ ആക്ച്വലി ഫിംഗേഴ്സ് യൂസ് ചെയ്യാറ്. ഇപ്പൊ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാണത്തില്ലായിരിക്കും. ഇതാണ് കളർ വന്നിട്ട്. ഇത് വന്നിട്ട് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോ ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിലേക്കും ഒരു സാഫ്രോണിന്റെ സ്മെല്ല് വരുന്നുണ്ട്.
ഇതിൽ മെയിൻ കണ്ടന്റ് വന്നിട്ട് സാഫ്രോൺ ആണ് ലിപ് ബാമിന് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ഇതിന്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, മോർണിംഗോ ഈവനിങ്ങോ അല്ലെങ്കിൽ ഡേ ടൈമിൽ യൂസ് ചെയ്യാം, നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ കൊക്കോ ബട്ടറും ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ എന്താന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബിക്കോസ് ചിലർക്ക് ലിപ്സിലൊന്നും ലൈക്ക് പിടിച്ചെന്നിരിക്കത്തില്ല, എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത്. സോ ഞാൻ എനിക്ക് പിടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എനിക്ക് അത്യാവശ്യം ഇപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഓർഗാനിക്സ് ആണെങ്കിൽ. അല്ലാതാണെങ്കിൽ എനിക്ക് പണിയാ. ഫേസ് വാഷിന്റെ റേറ്റ് വന്നിട്ടും 350 ആണ്. ഇത് 100 ml ആണ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ചേർത്തിട്ടുള്ളൂ. ഇതിനകത്ത് കുറെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ല, നമുക്ക് റീഡ് ചെയ്യാനേ ഉള്ളൂ. ഞാൻ എന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വന്നിട്ട് ഇവരുടെ ഒരു ബോക്സിനകത്തൊരു കാർഡൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഞാൻ നോക്കട്ടെ. ഒരു കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് വേറെയും പ്രൊഡക്ട്സ് ഉണ്ട്. ആക്ച്വലി അത് പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ഇത് കാർഡ് കണ്ടപ്പോഴാണ് ഓർത്തത്. അവർക്ക് വന്നിട്ട് ഹെയർ ഓയിൽ ഉണ്ട്, ഷാംപൂസ് ഉണ്ട്, പിന്നെ ഫേസ് പാക്ക് പൗഡേഴ്സ് ഉണ്ട്. ഞാൻ ഫേസ് പാക്ക് പൗഡേഴ്സ് പഠിച്ചില്ല ഓൾറെഡി. ഞാൻ കസ്തൂരി മഞ്ഞളുടെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവർക്ക് അതിന്റെ എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പ് ഐറ്റംസ്. ഐ മീൻ ഫേസിലും ഹെയറിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്ന ബോഡി സ്ക്രബ്സ് ആയാലും എല്ലാം ഉണ്ട് ഇവരുടെ ഇതില് വന്നിട്ട്. അപ്പം വേണ്ടവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇവരുടെ ഓൺ സൈറ്റിലും ഉണ്ട്. സൈറ്റിൽ നിന്ന് തന്നെ നേരിട്ട് മേടിക്കാം. ബിക്കോസ് സൈറ്റിൽ വേറെ ഡിഫറെന്റ് റേറ്റ് ആയിരിക്കും, ചിലപ്പം ഫ്ലിപ്കാർട്ടിൽ ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് മേടിക്കും. ഞാനിപ്പോ റേറ്റ് കുറവ് സൈറ്റിലായിരുന്നോണ്ട് ഞാൻ സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ മെയിനായിട്ട് അവൈലബിൾ ആണിത്. സോ ഇതാണ് ശീശ ആയുർവേദിക്കിന്റെ 3 പ്രൊഡക്ട്സ് വന്നിട്ട്. സോ ഇതാണ് 3 പ്രൊഡക്ട്സ് ഞാൻ മേടിച്ച. ഒന്ന് ലിപ് ബാം, ഫേസ് വാഷ്, ഒന്ന് ഹെയർ കളറിങ്, ഹെയർ ഡൈ എന്നൊക്കെ പറയാം, ബ്ലാക്ക് കളർ ആണ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്ന കാർമാക്സിന്റെ ഒരു കുങ്കുമാതി തൈലമാണ്. സോ ഇതാണ് വരുന്നത്. ഇത് വന്നിട്ട് 15 ml ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 350 ആണ്. ഞാൻ ഇതും അങ്ങോട്ട് ഓഫറിനാണ് മേടിച്ചിരിക്കുന്നത്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇവർക്കും കുറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കും ഹെയർ ഓയിൽസ്, പിന്നെ എന്തോ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള പ്രൊഡക്ട്സ്. ഇവർ കംപ്ലീറ്റ്ലി ആയുർവേദിക്കാണ് ഇവരും ചെയ്യുന്നത്. ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യാൻ പോണത്, അതാണ് വേറെ കാര്യം. ഇത് വന്നിട്ടൊരു ഓയിൽ ഫോം ആയിട്ടാണ് വരുന്നത്. റെഡ് കളർ കുങ്കുമാതി, മെയിൻ ഇൻഗ്രീഡിയന്റ് കുങ്കുമാതി തൈലവും പിന്നെ നമ്മുടെ ഗോട്ടിന്റെ മിൽക്ക്, അതായത് ആടിന്റെ പാലും ഒക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ കുറെ ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. സോ ഇതാണ് വന്നിട്ട് ഒരു ഗോൾഡിഷ് കളർ പോലെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ചെറിയൊരു സാഫ്രോണിന്റെ തന്നെ സ്മെല്ലാണ് വരുന്നത് ഇതിനും. ഇത് വന്നിട്ട് നമുക്ക് യൂസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോ പിമ്പിൾസ് വന്നിട്ട് ബ്ലാക്ക് കളർ സ്കാർ ഒക്കെ ഉണ്ടാവുമല്ലോ ഫേസിൽ, അത് പോവാനും, പിന്നെ ബ്ലാക്ക് എന്തുണ്ടെങ്കിലും, അതായത് എന്താ പറയാ ബ്ലാക്കിഷ് കളേഴ്സ് ഒക്കെ ചിലർക്ക് സ്പോട്ടിങ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ വെയിലത്തൊക്കെ പോയിട്ട് ടാൻ ഒക്കെ. അപ്പൊ ഈ ടാൻ ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു 1 hour ഇട്ടിട്ട് ജസ്റ്റ് ഫേസ് വാഷ്, ഇപ്പൊ ഞാൻ മേടിച്ച ഫേസ് വാഷ് ആയാലും അല്ലാതെ ഹിമാലയുടെയോ ഏത് ഫേസ് വാഷ് ആയാലും ജസ്റ്റ് മേടിച്ചിട്ട് നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. രാത്രി ഇട്ടോണ്ടിരിക്കണം എന്നില്ല, ബിക്കോസ് ഓയിലി ഫേസ് ആകാം. പിന്നെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഓയിൽ ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. അതൊക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ എന്ത് മുഖത്ത് നമുക്ക് എന്തോ മലയാളത്തിൽ ഇങ്ങനെ പറയും കരിമംഗലം അങ്ങനെയൊക്കെ പറയും. അതാണെന്നാണ് എന്റെ ആക്ച്വൽ വേർഡും തോന്നുന്നത്. എന്റെ മലയാളത്തിൽ ശരിയല്ല അതാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ പോകാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ബ്ലാക്ക് കളർ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു ടാൻ പോലെ. ഒരു വെയിലത്ത് പോയപ്പോ ഒന്ന് ജസ്റ്റ് പൊള്ളിയതാ. അപ്പൊ അത് പോകുമെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. സോ ഞാൻ അതിന്റെ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് മേടിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലായിട്ടുണ്ടോ? ഇതിന്റെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ബുക്ക്ലെറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്താണ് യൂസേജ് എന്നൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരും എഴുതിയേക്കുന്നത്. ഇതിനകത്ത് പിമ്പിൾസ് പോവാനും, ഡാർക്ക് സ്പോട്ട്സ്, ബ്ലാക്ക് സ്പോട്ട്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പോകാൻ വേണ്ടിട്ട് തന്നെയാണ്. സോ ഇത് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് വെച്ചോണ്ടിരിക്കേണ്ടതല്ല, നമുക്ക് യൂസ് ചെയ്യുക, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കളയാം. എനിക്കൊന്ന് ബെറ്റർ നമ്മൾ ഈവനിങ്ങിൽ ഫേസിനും ഹെയറിനൊക്കെ കെയറിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതും ചെയ്യാനേ ഉള്ളൂ. ഒന്ന് ഫ്രഷ് അപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതും ഇട്ട് ജസ്റ്റ് ഒരു 1 hour കഴിയുമ്പോഴത്തേക്ക് വാഷ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ ഓയിലി ആവും നമ്മുടെ ഫേസ്, അതാണ് മെയിൻ. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട്.
ഞാൻ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. ഇത് വന്നിട്ട് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണോ എനിക്കറിയാം. ഒരിടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ ഇവരുടെ നേരിട്ട് വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ബിക്കോസ് ആമസോണിൽ ഡിഫറെന്റ് ആയിരുന്നു എമൗണ്ട് വന്നിട്ട്. ഓരോരുത്തടത്തും ഞാൻ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിരിക്കും എമൗണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. സോ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So see you in next video. Bye.